ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു. പൂച്ചെടികൾ കാണാനാണ് എല്ലാവർക്കും താല്പര്യം എന്ന് എനിക്കറിയാം. പൂച്ചെടികളൊക്കെ ഒരുപാട് കൊണ്ടുവരണമെന്ന് എനിക്ക് ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് പൂച്ചെടികളുടെ സെയിൽ വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ചെടികൾ കാണിക്കുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. ആദ്യത്തെ കാര്യം, നമ്മൾ DTDC കൊറിയർ വഴിയാണ് പ്ലാൻസ് അയക്കുന്നത്. ഗൂഗിൾ പേ ആണ് നമ്മുടെ പേയ്മെൻറ്റ് മോഡ്. ബാങ്കിൻ്റെ ഡീറ്റെയിൽസ് വേണം എന്നുള്ളവർക്ക് അതും ഞാൻ തരുന്നതാണ്. അടുത്ത കാര്യം, നമ്മൾ വീഡിയോയിൽ കാണിക്കുന്ന പ്ലാൻസ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്ലാൻസിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അത് നമ്മുടെ തന്നിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചിട്ടാണ് നിങ്ങൾ പ്ലാന്റ് ഓർഡർ ചെയ്യേണ്ടത്. അപ്പോൾ സ്ക്രീനിൽ വാട്സപ്പ് നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഞാൻ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്. പിന്നെ അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം, ഞാൻ തന്നിരിക്കുന്ന നമ്പറിൽ നിങ്ങൾ മെസ്സേജ് അയക്കാൻ മാത്രമേ പാടുള്ളൂ, അതിലേക്ക് കോൾ ചെയ്യാൻ പാടില്ല. പല വീഡിയോയിലും ഞാനത് പറയുന്നതാണ്. പക്ഷേ പലരും ഇപ്പോഴും എനിക്ക് നോർമൽ കോളും വാട്സപ്പ് കോളും എൻ്റെ പേഴ്സണൽ നമ്പറിലൊക്കെ കോൾ ചെയ്യുന്നുണ്ട്. അതെനിക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. വീട്ടിലെ കാര്യങ്ങളും അതുപോലെ തന്നെ ഞാൻ വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ ആകുമ്പോൾ എനിക്ക് ഇങ്ങനെ നിരന്തരം കോൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ അതെനിക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. പിന്നെ നിലവിൽ ഇപ്പോൾ ഒരു 2000 മെസ്സേജൊക്കെ എനിക്ക് വരുന്നുണ്ട്. അപ്പോൾ അതിനെല്ലാത്തിനും ഒറ്റ ദിവസം തന്നെ മറുപടി കൊടുക്കുക എന്ന് പറയുന്നത് ഒരു പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. അപ്പോൾ വരുന്നതിനനുസരിച്ച് ഓരോരുത്തരുടെയും മെസ്സേജിന് ഞാൻ റിപ്ലൈ തരുന്നതാകും. അത് നിങ്ങൾ അയക്കുന്ന ദിവസം തന്നെ തരണമെന്ന് വാശി പിടിക്കാൻ പാടില്ല കേട്ടോ. നിങ്ങൾക്കത് പറഞ്ഞാൽ മനസ്സിലാവും. അതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ അതിലാരും വിഷമം വിചാരിക്കരുത്, ദേഷ്യമൊന്നും വിചാരിക്കരുത്. എല്ലാവരുടെ മെസ്സേജിനും ഞാൻ റിപ്ലൈ തരുന്നതാണ്. നമ്മുടെ യൂട്യൂബിൽ വരുന്ന വീഡിയോയ്ക്ക് നിങ്ങൾ ഇടുന്ന കമൻറ്റിന് എല്ലാത്തിനും റിപ്ലൈ തരുന്ന ആളാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാമല്ലോ, ഞാൻ എന്തായാലും നിങ്ങൾക്ക് റിപ്ലൈ തരും. എല്ലാവരുടെയും ഓർഡറും ഞാൻ എടുക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഇത്രയധികം മെസ്സേജ് വരുമ്പോൾ നമ്മൾ ഓരോ ദിവസവും ആദ്യം വരുന്ന മെസ്സേജിന് റിപ്ലൈ കൊടുത്തുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് നമ്മൾ ചിലപ്പോൾ നിങ്ങളുടെ മെസ്സേജ് കണ്ടില്ലല്ലോ, എന്താണ് മെസ്സേജിന് റിപ്ലൈ തരാത്തതെന്നൊക്കെ നിങ്ങൾക്കൊരു ഇത് തോന്നുന്നത്. പക്ഷേ അങ്ങനെയൊന്നും ആരും ദേഷ്യം വിചാരിക്കേണ്ട, ഞാൻ എല്ലാവർക്കും റിപ്ലൈ തരുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ പൂച്ചെടികളുടെ സെയിൽ വീഡിയോയിൽ എല്ലാ ചെടികളും കാണാം. ഇന്ന് നമ്മൾ ഒരു 6 പൂച്ചെടികളാണ് കാണിക്കുന്നത്. ആദ്യത്തെ പ്ലാന്റ് ഇതാണ്. ഇത് യെസ്റ്റർഡേ ടുഡേ ടുമാറോ എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ്. സൺഡേ മൺഡേ എന്നൊക്കെ ഈ പ്ലാന്റിന് പേരുണ്ട്. വളരെ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണിത്. എല്ലാവർക്കും ഇപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള ഒരു പ്ലാന്റ് ആണിത്. അപ്പോൾ ഈ പ്ലാന്റ് ഉണ്ടോ, ഇതിൻ്റെ തൈ ഉണ്ടോ, ഇതിൻ്റെ വിത്തുണ്ടോ, ഇതിൻ്റെ കമ്പുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് പലരും എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇത്തവണ സെയിലിൽ ഈ ഒരു പൂച്ചെടി ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ പൂച്ചെടിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിൻ്റെ പേര് ഇങ്ങനെ വരുന്നത് യെസ്റ്റർഡേ ടുഡേ ടുമാറോ എന്നൊരു പേര് ഇതിന് വരാൻ കാരണം, ഇതിൽ പൂക്കൾ ഉണ്ടാകുമ്പോൾ ആദ്യത്തെ ദിവസം ഒരു നല്ല ഡാർക്ക് വയലറ്റ് കളറായിരിക്കും, പിന്നെ അത് ഒരു ലൈറ്റ് വയലറ്റ് കളറാവും, പിന്നെ അത് ഒരു വൈറ്റ് കളറിലേക്ക് മാറും. അപ്പോൾ എപ്പോഴും ഈ ചെടിയിൽ 3 കളറിലുള്ള പൂക്കളായിരിക്കും ഉണ്ടാവുക. നല്ല ഭംഗിയാണിത് കാണാനായിട്ട്. ഇങ്ങനെ പൂവ് ഉണ്ടാകുന്ന ഒരു ചെടിയാണിത്. നമുക്ക് കുറ്റിയായിട്ട് ഇങ്ങനെ ബുഷിയായിട്ട് നിർത്താൻ പറ്റുന്ന ഒരു ചെടിയാണ്, അല്ലെങ്കിൽ ഇങ്ങനെ കുറേ ഒത്തിരി വലുതാക്കിയൊക്കെ നമുക്ക് വളർത്താൻ പറ്റുന്ന ഒരു ചെടിയാണിത്. അപ്പോൾ ഇതിൻ്റെ ഏകദേശം കുറച്ചൊക്കെ വലിയ തൈകളാണ് നമുക്കിപ്പോൾ സെയിലിന് റെഡി ആയിട്ടുള്ളത്. അപ്പോൾ ഈ പ്ലാന്റ് കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ്. 100 റുപ്പീസാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്, 100 രൂപ. അപ്പോൾ പൂച്ചെടികൾ ഇഷ്ടമുള്ള ആൾക്കാർ തീർച്ചയായിട്ടും നിങ്ങളുടെ കളക്ഷനിൽ ഈ ഒരു പ്ലാന്റ് ഉൾപ്പെടുത്തേണ്ടതാണ്. ഇതിൻ്റെ വളരെ കുറച്ച് തൈകൾ മാത്രമേ ഇപ്പോൾ നമ്മൾ റെഡിയാക്കിയിട്ടുള്ളൂ. അപ്പോൾ ഇത് വേണമെന്നുള്ളൊരു വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമുക്ക് വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചോളൂ. അടുത്ത പ്ലാന്റ് ഡെക്കോമ പ്ലാന്റ് ആണ് കേട്ടോ. ഡെക്കോമ നമ്മൾ നോർമലായിട്ട് കാണുന്നത് യെല്ലോ കളറിൽ ഫ്ലവേഴ്സ് ഉണ്ടാവുന്ന പ്ലാന്റ് ആണ് കാണാറുള്ളത്. അതിൻ്റെ തന്നെ ഓറഞ്ച് കളർ വരുന്ന ചെടികളാണ് ഇപ്പോൾ നമുക്കുള്ളത്. ഓറഞ്ച് നല്ല ഭംഗിയാണ് അതിൻ്റെ പൂ കാണാനായിട്ട്. നമുക്കിങ്ങനെ നല്ല കുലകുത്തി പൂക്കൾ ഉണ്ടാവുന്ന ഒരു ചെടിയാണിത്. എന്നും പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും കേട്ടോ ഈ ചെടിയിലൊക്കെ. അപ്പോൾ ഡെക്കോമയുടെ ഓറഞ്ച് കളർ ഉണ്ട്, അതേപോലെ തന്നെ ഡെക്കോമയുടെ വയലറ്റ് കളറിലുള്ള പൂക്കൾ ഉണ്ടാവുന്ന ചെടികൾ നമുക്കിപ്പോൾ സെയിലിന് അവൈലബിൾ ആണ്. രണ്ടും നല്ല അടിപൊളി ചെടികളാണ്. അപ്പോൾ ഈ 2 ചെടികൾക്കും ഓരോ തൈക്ക് അത്യാവശ്യം വലിപ്പമുള്ള ചെടികളാണ് നമ്മൾ നിങ്ങൾക്ക് തരുന്നത്. ഈ കാണുന്ന സെയിം ചെടി തന്നെയാണ് കേട്ടോ തരുന്നത്. അപ്പോൾ 90 രൂപയാണ് ഈ പ്ലാന്റിൻ്റെ വില, 90 റുപ്പീസ്. അടുത്തത് ഡാലിയ ചെടികളാണ്. ഡാലിയ പൂക്കൾ ചെടികൾ ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് ഒരുപാട് പേര് നമുക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. ഡാലിയ അത്രയ്ക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്, കാരണം അതിൻ്റെ പൂക്കൾ കാണാൻ അത്രയ്ക്ക് ഭംഗിയാണ്. അപ്പോൾ ഡാലിയയുടെയും തൈകൾ നമുക്കിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഡാലിയ 100 രൂപയാണ് ഡാലിയയ്ക്ക് വിലയുള്ളത്. അത്യാവശ്യം ബുഷി ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് നിങ്ങൾക്ക് തരുന്നത്. ഇതിൽ എല്ലാത്തിലും തന്നെ മുട്ടുകളൊക്കെ വന്നിട്ടുള്ള തൈകളാണുള്ളത്. അപ്പോൾ ഇത് പിടിച്ച് കിട്ടിക്കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് ഇന്നും പൂക്കൾ ഉണ്ടാകുന്ന ഒരു ചെടിയാണ് ഡാലിയ. ഒരുപാട് പേർക്ക് ഇഷ്ടമാണ്. അപ്പോൾ ഡാലിയ ചെടി ഇഷ്ടമുള്ള എല്ലാ ആൾക്കാരും വേഗം വന്നിട്ട് ഈ പ്ലാന്റ് വാങ്ങിച്ചോളൂ കേട്ടോ.
അടുത്തത് ബ്ലീഡിംഗ് ഹാർട്ടാണ്. ബ്ലീഡിംഗ് ഹാർട്ട് പണ്ടെങ്ങോ നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്ന ഒരു പ്ലാന്റ് ആണ്. എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഞാൻ ഒത്തിരി കണ്ടിട്ടുള്ള പ്ലാന്റ് ആണ്. പക്ഷേ ഇപ്പോൾ ആ പ്ലാന്റ് വീണ്ടും ട്രെൻഡിങ്ങിലേക്ക് വന്നിട്ടുണ്ട്. പഴയ നമ്മൾ മറന്നുപോയ ഒരുപാട് ചെടികൾ ഇപ്പോൾ ട്രെൻഡിങ്ങിൽ വന്ന് നിൽക്കുന്ന ഒരു സമയമാണിത്. നല്ല ഭംഗിയാണ് ഇതിൻ്റെ പൂക്കൾ കാണാൻ. ഇതൊരു ക്രീപ്പിംഗ് പ്ലാന്റ് ആണ്. നമുക്ക് കുറ്റിയായിട്ട് നിർത്തി ബുഷിയായിട്ട് കട്ട് ചെയ്തും ഒക്കെ ഈ ചെടീനെ നിർത്താം. നല്ല ഭംഗിയിൽ നിറയെ പൂക്കൾ ഉണ്ടാകുന്ന ചെടിയാണ്. ഒരു തവണ പൂക്കൾ ഉണ്ടായി കഴിഞ്ഞാൽ കുറേ നാളത്തേക്ക് അതിൻ്റെ പൂക്കൾ നിൽക്കുകയും ചെയ്യും. അതാണ് ഈ പ്ലാന്റിൻ്റെ ഒരു പ്രത്യേകത. ആ ഒരു വൈറ്റ് കളറും റെഡ് കളറും കോമ്പിനേഷൻ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അപ്പോൾ ഈ ചെടികളുടെ അത്യാവശ്യം വലിപ്പം വെച്ചിട്ടുള്ള തൈകളാണ് നമുക്കിപ്പോൾ സെയിലിനുള്ളത്. ഈ പ്ലാന്റിന് 60 രൂപയാണ് വില. അപ്പോൾ ഈ പ്ലാന്റ് ഇഷ്ടമുള്ളവർ വേഗം തന്നെ നമുക്ക് മെസ്സേജ് അയച്ചോളൂ. അടുത്തത് ഒരു പെറ്റൂണിയ പ്ലാന്റ് ആണ് കേട്ടോ. പെറ്റൂണിയയുടെ നമ്മൾ നോർമൽ കാണുന്ന ആ വെറൈറ്റി അല്ല. ഇത് കുറച്ചുകൂടെ ചെറിയ ഇലകളും ചെറിയ പൂക്കളും ഉണ്ടാവുന്ന ഒരു ഹാങ്ങിങ് വെറൈറ്റിയാണിത്. നല്ല ഭംഗിയാണ് ഇത് കാണാൻ കേട്ടോ. വളരെ എന്താ പറയുക, തീരെ ചെറിയ ഇലകളാണ് ഇവയ്ക്കുള്ളത്. ഇവയ്ക്ക് പൂക്കളും തീരെ ചെറുതാണ്, പക്ഷെ ഇവരെ കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ ഇതിൻ്റെ തന്നെ 2 വെറൈറ്റി നമുക്കിപ്പോൾ ഉണ്ട്. വയലറ്റ് കളർ പൂക്കളുണ്ടാവുന്ന ചെടിയുണ്ട്, അതുപോലെ വൈറ്റ് കളറുണ്ട്, വെള്ള കളറിലുള്ള പൂക്കളുള്ള ചെടികളും ഉണ്ട്. അതിൻ്റെയും തൈകൾ നമുക്കിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഈ പ്ലാന്റിനും 60 രൂപയാണ് വില. നമ്മൾ മറ്റേ നോർമൽ പെറ്റൂണിയ പ്ലാന്റിനേക്കാളും കുറച്ചുകൂടി ഈസിയാണ് ഇതിൻ്റെ ഒരു കെയറിങ് എന്ന് പറയുന്നത്. മറ്റേത് പെട്ടെന്ന് അങ്ങ് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള പ്ലാന്റ് ആണ്. പക്ഷേ ഇത് അത്രയും ഒരു പ്രശ്നം വരത്തില്ല. നമുക്ക് അത്യാവശ്യം നന്നായിട്ട് കെയർ ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ്. ഹാങ്ങിങ്ങിൽ വെച്ച് നല്ല അടിപൊളിയായിട്ട് വളർത്താൻ പറ്റുന്ന പ്ലാന്റ് ആണ്. അടുത്തത് മെലസ്റ്റോമയുടെ ഒരു പ്ലാന്റ് ആണ്. മെലസ്റ്റോമയുടെ 20 രൂപയുടെ വയലറ്റ് കളറിലുള്ള പൂക്കൾ ഉണ്ടാവുന്ന പ്ലാന്റ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ തന്നെ വൈറ്റ് കളർ, വെള്ള കളറിലുള്ള പൂക്കളാണ് ഇത്തവണ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഈ പ്ലാന്റിന് 50 രൂപയാണ് കേട്ടോ വില. ഇത് കുറച്ച് കോസ്റ്റ്ലി ആണ്. നല്ല വലിയ പൂക്കളാണ് ഇതിലുണ്ടാവുന്നത്. ഇതിൻ്റെ ഇല നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് മറ്റേ വയലറ്റ് കളർ പൂക്കളുടെ ഇലയിനേക്കാളും ഇത് ഈ ഇലയ്ക്ക് വേറൊരു ടെക്സ്ചറാണ് വരുന്നത്. നല്ല ഭംഗിയായിട്ട് നിറയെ പൂക്കളുണ്ടാവുന്ന ചെടിയാണ്. മെലസ്റ്റോമ എല്ലാവർക്കും അറിയാവുന്ന ഒരു കോമൺ പ്ലാന്റ് ആണ്. എന്നാലും നല്ല അടിപൊളിയായിട്ട് വളരുന്ന പ്ലാന്റ് ആണ്. അപ്പോൾ ഇതിന് 50 രൂപയാണ് വില. 20 രൂപയുടെ പ്ലാന്റിൻ്റെ വീഡിയോ ഇട്ടപ്പോൾ ഒരുപാട് പേര് നമ്മുടെ കയ്യിൽ നിന്ന് പ്ലാന്റ് വാങ്ങി. അത് വളരെ പെട്ടെന്ന് തന്നെ പ്ലാന്റ് തീരുകയും ചെയ്തു. ഇപ്പോഴും എനിക്ക് മെസ്സേജ് വരുന്നുണ്ട് അതിന്. ഒരുപാട് പേര് ഈ ചെടി ഉണ്ടോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ അതിൻ്റെ പുതിയ കുറേ തൈകൾ ഞാനിപ്പോൾ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് വേണമെന്നുള്ളവർക്ക് ആ പ്ലാന്റും നിങ്ങൾക്ക് ഓർഡർ ചെയ്യാവുന്നതാണ് കേട്ടോ. നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിച്ച ഈ എല്ലാ പ്ലാന്റ്സിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്ലാന്റ്സ്, നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യമുള്ള പ്ലാന്റ്സ് ഏതാണെന്ന് വെച്ചാൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമുക്ക് വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചുകൊള്ളുക. മെസ്സേജ് അയക്കാൻ മാത്രമേ പാടുള്ളൂ. പിന്നെ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. അതുപോലെ അഭിപ്രായം എന്നാന്ന് വെച്ചാൽ അതൊക്കെ നിങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക. പുതിയ പൂച്ചെടികളോ അല്ലെങ്കിൽ പുതിയ ചെടികൾ ഏതെങ്കിലും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് കമൻ്റായിട്ട് അറിയിക്കാം. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെച്ചേക്കുക. എന്നാൽ മാത്രമാണ് ഞാൻ ഇനി പുതിയ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. പുതിയ ചെടികളൊക്കെ നമ്മൾ തൈകളൊക്കെ റെഡിയാക്കുമ്പോഴത്തേക്കും അതൊക്കെ ഞാൻ വീഡിയോ ഇടും. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബെല്ല് പ്രസ് ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്കത് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ അതൊക്കെ ചെയ്ത് വെച്ചേക്കുക. പിന്നെ ചെടികളെ ഇഷ്ടമുള്ള ചെടികൾ വാങ്ങാൻ താല്പര്യമുള്ള സുഹൃത്തുക്കളോ അതുപോലെ നിങ്ങളുടെ റിലേറ്റീവ്സോ ഒക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അവർക്കൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കാം. അവരൊക്കെ പൂച്ചെടികളൊക്കെ വാങ്ങിക്കട്ടെ അല്ലേ. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്. ടേക്ക് കെയർ. ബൈ.